Welcome to Kitty's. ഒരു കാട്ടിൽ ഒരു ഗുഹയിൽ കുറേ മാനുകൾ ജീവിച്ചിരുന്നു. ദിവസവും അവർ ഇര തേടി കാട്ടിലെ മൈതാനത്തിലേക്ക് പോകും. വയറ് നിറയെ പുല്ലും തിന്ന് അവർ രാത്രി തങ്ങളുടെ ഗുഹയിൽ തിരിച്ചെത്തും. പതിവ് പോലെ ഒരു ദിവസം എല്ലാ മാനുകളും ചേർന്ന് കാട്ടിലേക്ക് പുല്ല് തിന്നാൻ പോയി. അവർ വയറ് നിറയെ ഭക്ഷിച്ച് തിരിച്ചു തങ്ങളുടെ ഗുഹയിലേക്ക് മടങ്ങി. എന്നാൽ ഒരു മാൻകുട്ടി ഇവരിൽ നിന്നും ഒറ്റപ്പെട്ട് കാടിന്റെ നടുവിൽ കുടുങ്ങി. തന്റെ കൂട്ടാളികളെ കാണാഞ്ഞിട്ട് വളരെയധികം ഭയന്നു. അവൻ മറ്റു മാനുകളെയും തേടി കാട്ടിൽ ഒരുപാട് അലഞ്ഞു. എന്നാൽ അവൻ അവരെ കണ്ടെത്താനായില്ല. ഒരുപാട് വിഷമത്തോടെ അവനൊരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. അപ്പോഴാണ് ആ വഴിയെ ഒരു കുറുക്കൻ വിശന്നു വലഞ്ഞു വന്നത്. മരത്തിന്റെ ചോട്ടിലിരിക്കുന്ന മാൻകുട്ടി കുറുക്കന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുറുക്കന് വളരെ സന്തോഷമായി. ഒരു മാനിറച്ചി ഭക്ഷിക്കുന്നത് അവൻ സ്വപ്നം കണ്ടു. സന്തോഷത്തോടെ തുള്ളിച്ചാടി കുറുക്കൻ മാനിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി. കുറുക്കനെ കണ്ട മാൻകുട്ടി ഭയന്ന് കാട്ടിലൂടെ ഓടി. കുറുക്കനും മാൻകുട്ടിയുടെ പിന്നാലെ പിന്തുടർന്നു. ഓടി ഓടി മാൻകുട്ടി ഒരു കരടിയുടെ മുന്നിലെത്തി. കരടിയെ കണ്ട കുറുക്കൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. മാൻകുട്ടി തന്റെ നിസ്സഹായ അവസ്ഥയെ ആലോചിച്ച് വിഷമത്തോടെ കരടിയുടെ മുന്നിൽ നിന്നു. ഇനി തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മാൻകുട്ടി സ്വയം ആലോചിച്ചു. എന്നാൽ കരടി വളരെ നല്ലവനും വിശാലഹൃദയനുമായിരുന്നു. മാൻകുട്ടി പേടി മനസ്സിലാക്കിയ കരടി മെല്ലെ അവനോട് കാര്യങ്ങൾ ചോദിച്ചു. പേടിച്ച് വിറച്ച മാൻകുട്ടി നടന്ന കാര്യങ്ങളെല്ലാം കരടിയോട് പറഞ്ഞു. കരടി, വിഷമിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നീ പറഞ്ഞ സ്ഥലം എനിക്കറിയാം. ഞാൻ നിന്നെ അവിടെ എത്തിക്കാം. എന്റെ കൂടെ വന്നോളൂ. മാൻകുട്ടിക്ക് കരടിയുടെ വാക്കുകളിൽ വല്ലാത്തൊരാശ്വാസം തോന്നി. മെല്ലെ കാടിലൂടെ കരടിയുടെ പിന്നാലെ മാൻകുട്ടി നടന്നു. ഒരരുവിയുടെ അടുത്ത് എത്തി. കരടി പറഞ്ഞു, ഇതാ, ഈ പുഴ ചാടിയാൽ നിന്റെ കൂടാരത്തിലെത്താം. അവിടെയാണ് നിന്റെ കൂട്ടാളികൾ എല്ലാവരും. നിനക്ക് ധൈര്യമായി പോകാം. ഇനി ആരും നിന്നെ ഉപദ്രവിക്കാൻ വരില്ല. മാൻകുട്ടി തന്റെ നന്ദി കരടിയോട് പറഞ്ഞു. ഈ കരയിൽ നിന്ന് മറുകരയിലേക്ക് ഒരൊറ്റ ചാട്ടം. മറുകരയിലെത്തിയ മാൻകുട്ടി കരടിയോട് യാത്ര പറഞ്ഞ് തന്റെ ഗുഹയിലേക്ക് നടന്നു.